കോതമംഗലത്ത് ലഹരിവിരുദ്ധ ഉപവാസം സംഘടിപ്പിച്ചു. നാടുകാണി പള്ളി വികാരി ഫാദർ അഡ്വക്കേറ്റ് റോബിൻ പടിഞ്ഞാറേക്കുറ്റ് ഉപവാസം ഉദ്ഘാടനം ചെയ്തു. ഫാമിലി അപ്പസ്റ്റലേറ്റ് രൂപത ഡയറക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം മുഖ്യപ്രഭാഷണം നടത്തി. KCBC മദ്യലഹരി വിരുദ്ധ സമിതി കോതമംഗലം രൂപത കമ്മിറ്റിയുടെയും കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ഉപവാസം സംഘടിപ്പിച്ചു. കോതമംഗലം ചെറിയപള്ളി താഴത്ത് ചൊവ്വാഴ്ച രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ നടന്ന ഉപവാസം നാടുകാണി പള്ളി വികാരി ഫാദർ അഡ്വക്കേറ്റ് റോബിൻ പടിഞ്ഞാറേക്കുറ്റ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ അവസ്ഥ ഇന്ന് ഓരോ ദിനവും പരാജയവും ദയനീയവുമായിരിക്കുകയാണ്. കാരണം മനുഷ്യന് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റം എന്ന് വേണമെങ്കിൽ പറയാം. മദ്യത്തിന്റെ ലഭ്യത ഓരോ ദിനവും ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചിലർ പറയാറുണ്ട്, എവിടെയോ മുക്കിലോ മൂലയിലോ ഒക്കെ ഏതെങ്കിലും ബിവറേജ് തുടങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ. കൂടുതൽ മദ്യം ലഭ്യമാക്കിയാൽ ആളുകളുടെ മദ്യത്തിനോട് ആസക്തിയും കുറയുമെന്നത് വളരെ പൊട്ടത്തരവും അതിശോചനീയവുമായ ഒരു അവസ്ഥാവിശേഷമാണിത്. ഞാൻ 15 വർഷം സ്കൂളിലായിരുന്നു. സ്കൂളുകളിൽ ഇന്ന് ഓരോ ഉയർന്ന മനസ്സുകളിലും ഈ ലഹരിയുടെ ആസക്തികൾ കയറി വരുന്നത് എവിടെയാണെന്ന് കഴിയുമ്പോൾ ഓരോ കുട്ടികളെയും നേരിട്ട് സംസാരിക്കുമ്പോൾ പറയും, അത് അവരുടെ കൂട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമൊക്കെയാണ്. ഉപവാസ സമരത്തിൽ പങ്കെടുത്തവരെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. KCBC മദ്യവിരുദ്ധ സമിതി രൂപത പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ അധ്യക്ഷത വഹിച്ചു. ഫാമിലി അപ്പസേലിയേറ്റ് രൂപത ഡയറക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം മുഖ്യപ്രഭാഷണം നടത്തി. കോതമംഗലത്തെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ 2 ബിവറേജുകൾ ഉണ്ടായിട്ടും അവിടുത്തെ മദ്യലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വാരപ്പള്ളി പ്രദേശത്ത് വീണ്ടും ഒരു വെയർഹൗസ് കൂടി ആരംഭിക്കാനുള്ള മഹാമനസ്കതയും സർക്കാർ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ നാട്ടിലെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് ലഹരി ഒഴുക്കുക എന്നുള്ളതാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം, ഈ ലഹരി ജീവിതത്തിൽ ഇന്ന് വരെ ഒരൊറ്റ മനുഷ്യനെ പോലും ജീവിതത്തിൽ നന്മയിലേക്ക് നയിച്ചിട്ടില്ല. ഒരു കുടുംബത്തിലും സമാധാനം ഉണ്ടാക്കിയിട്ടില്ല. ഒരു സാഹചര്യങ്ങളിലും നന്മ വിതറിയിട്ടുമില്ല. ഇടപെട്ടിട്ടുള്ള എല്ലാ തലങ്ങളെയും ലഹരി പരിപൂർണമായി നശിപ്പിച്ച ഒരുപാട് കഥകൾ നമുക്ക് മുമ്പിലുണ്ട്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കാലം മുതലേ കുട്ടികളെ ലഹരി മാഫിയയുടെ കൈകളിലേക്ക് കൊണ്ടുപോകാൻ തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. നിയമ സംവിധാനങ്ങൾ കുറച്ചൊക്കെ കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ദയനീയമായ സാഹചര്യം നമുക്ക് മുമ്പിലുണ്ട്. ഒരുപക്ഷെ സർക്കാരിന്റെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന മേഖല ഈ ലഹരി മേഖലയും അതുപോലെ മദ്യവിൽപ്പനയും ഒക്കെയാകാം. പക്ഷെ അതിനുവേണ്ടി വെളി കഴിക്കേണ്ടി വരുന്നത് ഈ നാട്ടിലെ ഒരുപാട് കുടുംബങ്ങളുടെ ജീവിതമാണ്, ഒരുപാട് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ജീവനാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല. ജോയി പടയാട്ടിൽ, സെബാസ്റ്റ്യൻ കൊച്ചടിവാരം, ജോണി കണ്ണാടൻ, ബിജു വെട്ടിക്കുഴ, മാത്യൂസ് നിരവത്ത്, പേൾ കൊങ്ങാടൻ, സാബു കുരിശിങ്കൽ, മാർട്ടിൻ കീഴേമാടൻ, ജോമോൻ ജേക്കബ്, ജോമേൻ പാറയ്ക്കൽ, സജി തെക്കേക്കര, ബിന്ദു വർഗീസ്, ജോജോ അബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.